നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പാർവതി, സർ, പാർവതി എന്തിനാ ലോക്കപ്പ് ചെയ്ത്? കുറ്റവാളിയെന്ന് സംശയിക്കുന്നയാളെ ലോക്കപ്പിലല്ല പിന്നെ എവിടെയാ വെക്കേണ്ടത്? സർ, നന്ദനെ നിങ്ങൾ തന്നെയല്ലേ അമ്പലത്തിൽ വെച്ച് കസ്റ്റഡിയിൽ എടുത്തോണ്ട് പോയത്? അവിടെ നിന്ന് പാർവതി നേരെ വന്നത് ഹോസ്റ്റലിലേക്കാ. പോലീസ് കൊണ്ടുപോയ നന്ദനെ അവിടെ ഇരുന്നോണ്ട് അപകടപ്പെടുത്താൻ അവക്ക് കഴിയും? നിങ്ങളുടെ ചോദ്യത്തിനുള്ള മറുപടി ഞാൻ തരാം. നന്ദന്റെ പ്രണയം ചതിയാണെന്ന് അവൾക്ക് നേരത്തെ മനസ്സിലായിരുന്നെന്നാണ് അവളുടെ മൊഴി. അതുകൊണ്ട് പ്രണയം ചതിയാണെന്ന് നേരത്തെ മനസ്സിലാക്കിയ പാർവതി എന്തിന് കല്യാണത്തിന് സമ്മതിച്ചു? അവൾ ആ കല്യാണത്തിന് സമ്മതിച്ചിരുന്നില്ല സർ. ഞാൻ പറയുന്ന മുഴുവൻ കേക്ക്. കല്യാണത്തിന് സമ്മതമാണെന്ന് പാർവതി പറഞ്ഞതുകൊണ്ടാണ് നന്ദൻ ക്ഷേത്രത്തിൽ കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ ചെയ്തത്. കല്യാണ വേഷത്തിൽ അവൾ അവിടെ ചെല്ലുകയും ചെയ്തു. എന്തിന്? നന്ദൻ ചതിയനാണെന്ന് മനസ്സിലാക്കിയ പാർവതി എന്തിന് കല്യാണ പെണ്ണായി അവന്റെ അടുത്തേക്ക് പോയത്? അതാണ് സാറ് ചോദിക്കുന്നത്. അവൾ ഒറ്റയ്ക്കായിരുന്നില്ല. അവളുടെ കൂടെ അവൾ ഏർപ്പാടാക്കിയ വാടക ഗുണ്ടകളുണ്ടായിരുന്നു. അവളെ ചതിക്കാൻ ശ്രമിച്ച നന്ദനെ ക്ഷേത്രത്തിൽ വെച്ച് തന്നെ കൊലപ്പെടുത്താനായിരുന്നു അവളുടെ പ്ലാൻ. പക്ഷേ പ്രിയൻ അവിടെ എത്തിയതുകൊണ്ട് അത് നടന്നില്ല. ഞങ്ങൾ അവിടെ എത്തി നന്ദനെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയി. പക്ഷേ പാർവതി ഏർപ്പാടാക്കിയ വാടക ഗുണ്ട ഞങ്ങളുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. വാങ്ങിയ കാശിനുള്ള ജോലിയാണ് അയാൾ ചെയ്തത്. അതാണ് അവിടെ നടന്നത്. നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായല്ലോ. അത് പോലീസിന്റെ നിഗമനങ്ങളല്ലേ. പാർവതിയെ കോർട്ടിൽ ഹാജരാക്ക്. അവളുടെ നിരപരാധിത്വം ഞങ്ങൾ കോർട്ടിൽ തെളിയിച്ചോളാം. കോർട്ടിൽ ഹാജരാക്കണമെങ്കിൽ പ്രതി കുറ്റം സമ്മതിക്കണ്ടേ? കുറ്റം സമ്മതിക്കുന്നതുവരെ ഞങ്ങൾ അവളെ ലോക്കപ്പിൽ വെക്കും. അവളെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കാൻ ഞങ്ങൾക്കറിയാം. പാർവതിയെ പ്രതി എന്ന് വിളിക്കരുത്. ഒരാൾ പ്രതിയാണോ നിരപരാധിയാണോ എന്ന് പറയേണ്ടത് പോലീസല്ല, കോടതിയാ. നിങ്ങൾ അവളെ കോടതിയിൽ ഹാജരാക്കുന്നുണ്ടോ അതോ ഇല്ലയോ? നിങ്ങൾ എന്നെ നിയമം പഠിപ്പിക്കണ്ട. പോലീസിന്റെ കണ്ണിൽ പാർവതി പ്രതി തന്നെയാണ്. അവളെ എപ്പോ കോർട്ടിൽ ഹാജരാക്കണമെന്ന് എനിക്കറിയാം. ഇനി ഇവിടെ കിടന്ന് ബഹളം വെച്ചാൽ പോലീസിന്റെ ഡ്യൂട്ടിക്ക് തടസ്സം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ എനിക്ക് കേസെടുക്കാം. ഇപ്പൊ മര്യാദയ്ക്ക് പുറത്തു പോകണം. പോലീസ് നടപടികൾ അതിന്റെ മുറയ്ക്ക് നടന്നോളും. ഔട്ട് ഔട്ട് ഔട്ട്. എന്താ, നിനക്കും എന്നെ നിയമം പഠിപ്പിക്കണോ? സാറിന് നിയമം പഠിപ്പിക്കാനുള്ള അറിവും ബുദ്ധിയൊന്നും എനിക്കില്ല. പക്ഷേ എന്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം എനിക്ക് സാറിനോടൊന്ന് പറയണം. ദയവ് ചെയ്ത് സാർ ഇത് കേൾക്കാൻ തയ്യാറാവണം. എന്ത് കാര്യം? മാഡം, പാറു മനസ്സിൽ പോലും കാണാത്ത കാര്യങ്ങളാ ആ CIയും SIയും ഒക്കെ പറയുന്ന. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അവള് ജയിലിൽ കിടക്കേണ്ടി വരും. അവളെ രക്ഷിക്കാൻ എന്തെങ്കിലും ചെയ്യും മാഡം. അവൾ ചെയ്ത ചെറിയ ചെറിയ തെറ്റുകൾ നിങ്ങൾ എന്നിൽ നിന്ന് മറച്ചു വെച്ചില്ലേ? അതിനുള്ള ശിക്ഷയാ അവളും നമ്മളും എല്ലാവരും ഇപ്പൊ അനുഭവിക്കുന്നത്. മർഡർ കേസല്ലേ മാഡം. കുറ്റം ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ചാലല്ലേ പോലീസിന് ഈ കേസ് ക്ലോസ് ചെയ്യാൻ കഴിയൂ. പാർവതിയാണ് അത് ചെയ്തതെന്ന് പറഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കും. കാരണം അവളും നന്ദനും തമ്മിലുണ്ടായ ഇഷ്യൂ എല്ലാവർക്കും അറിയാലോ. പാർവതിയെ ബലിയേടാക്കി ഈ കേസ് ക്ലോസ് ചെയ്യാനുള്ള പോലീസിന്റെ നീക്കം ഞാൻ തടയും. ഞാൻ സത്യഭാമ ആന്റിയെ വിളിച്ചു വരുത്താൻ പോവാ. ആന്റി ഈ കേസിൽ ഇടപെട്ടെന്നറിഞ്ഞ ആ CIയുടെ SIയുടെ ഒക്കെ മുട്ട് പറയ്ക്കും. ഞാൻ സത്യയോട് സംസാരിച്ചു. അവളിപ്പോ ഡൽഹിയിലാ. സുപ്രീം കോർട്ടിൽ ഒരു കേസ് അപ്പിയർ ചെയ്തുകൊണ്ടിരിക്കുക. അവക്കിപ്പോ വരാൻ കഴിയില്ല. മനുഷ്യാവകാശ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞ്
ഞാൻ ആ വനിതാ എസ്ഐയെ വിരട്ടിയില്ലേ, അത് സത്യ പറഞ്ഞെന്ന ഐഡിയ. ഇനി നമ്മൾ എന്താ ചെയ്യാ മാഡം? അറിയില്ല, ആലോചിച്ചിട്ട് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. കൈലാഷും ഭൂമിക മേഡവും സാറ് കരുതുന്ന പോലെ അത്ര നിസ്സാരക്കാരൊന്നും അല്ല. പണവും ഉന്നതങ്ങളിൽ പിടിപാടും ഉള്ളവരാ. അവരവരുടെ സ്വാധീനവും കഴിവും ഉപയോഗിച്ച് പാർവതിയെ രക്ഷിക്കും. ഈ കേസ് കോടതിയിലെത്തിയാൽ അഡ്വക്കേറ്റ് സത്യഭാമയായിരിക്കും പാർവതിക്ക് വേണ്ടി അപ്പിയർ ചെയ്യുക. അഡ്വക്കേറ്റ് സത്യഭാമയെ കുറിച്ച് സാർ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഏറ്റെടുത്ത ഒരു കേസും ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല. അഡ്വക്കേറ്റ് സത്യഭാമയെ കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്. ഇതുപോലുള്ള കേസുകളൊന്നും അവർ ഏറ്റെടുക്കില്ല. പക്ഷേ ഈ കേസ് എടുക്കും സർ. കൈലാഷും ഭൂമിക മേഡം ആവശ്യപ്പെട്ടാൽ നോ പറയാൻ അവർക്ക് കഴിയില്ല. അത് നിനക്കെങ്ങനെ അറിയാം? അഡ്വക്കേറ്റ് സത്യഭാമ എന്റെ മമ്മിയാ. ഓ, അഡ്വക്കേറ്റ് സത്യഭാമയുടെ മോളാണോ നിങ്ങൾ? യെസ് സർ. പക്ഷേ കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്ന അഭിപ്രായക്കാരിയാ ഞാൻ. പണവും സ്വാധീനമുള്ളവർക്ക് ഒരു നിയമം, സാധാരണക്കാർക്ക് മറ്റൊരു നിയമം. അതെനിക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. പാർവതി എന്റെ ഫ്രണ്ടാണ്. പക്ഷേ അവള് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ ലഭിക്കണം. കുറ്റം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന തെളിവുകൾ പ്രകാരം കൃത്യം ചെയ്തത് പാർവതി തന്നെയാണ്. എങ്കിൽ അവൾക്ക് ശിക്ഷ ലഭിക്കണം സർ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, കൈലാഷും ഭൂമിക മേഡം ഇടപെട്ടാൽ അവള് ശിക്ഷിക്കപ്പെടില്ല. അവരിടപെടാതിരിക്കില്ലല്ലോ. അവളെ ലോക്കപ്പിൽ ഇട്ടതിന്റെ പേരില് അവരിവിടെ കാണിച്ചു കൂട്ടിയ പ്രകടനങ്ങൾ നിങ്ങൾ കണ്ടതല്ലേ? അവള് ജയിലിലാവാതിരിക്കാൻ അവരേതറ്റം വരെയും പോവും. അതെനിക്കും അറിയാം. അവരെ തടയാൻ ഒരു വഴിയുണ്ടെന്നാ ഞാൻ പറഞ്ഞു വരുന്നത്. എന്തു വഴി? സാറ് എത്രയും പെട്ടെന്ന് മീഡിയയെ വിളിച്ചു വരുത്തണം. നന്ദൻ മർഡർ കേസിലെ പ്രതിയെന്ന് പറഞ്ഞ് അവളെ അവരുടെ മുന്നിൽ നിർത്തണം. കൈലാഷ് വലിയൊരു ബിസിനസ്മാനാ. PK ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MD ആണ്. ഈ ടൗണിൽ നന്നായി നടന്നു പോകുന്ന ഒരു ലേഡീസ് ഹോസ്റ്റലിന്റെ ഓണറും വാർഡനുമാണ് ഭൂമിക മാഡം. ഒരു കൊലക്കേസ് പ്രതിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് മീഡിയയും അതുവഴി സൊസൈറ്റി അറിയുന്നവരും മനസ്സിലാക്കിയ പിന്നെ അവർ ഈ കേസിൽ ഇടപെടില്ല. എന്റെ മമ്മി പോലും ഈ കേസിൽ ഇടപെടില്ല. അഡ്വക്കേറ്റ് സത്യഭാമ എടുക്കാൻ തയ്യാറാവാതിരുന്ന കേസാണെന്ന് അറിഞ്ഞ ഈ നാട്ടിലെ മറ്റൊരു വക്കീലന്മാരും പാർവതിയുടെ വക്കാലത്ത് ഏറ്റെടുക്കില്ല. ചെയ്ത കുറ്റത്തിനുള്ള ശിക്ഷ അവൾക്ക് ലഭിക്കും. ഈ ഐഡിയ ഒക്കെ നിങ്ങൾക്ക് ആരാ പറഞ്ഞു തന്നത്? ഞാൻ അഡ്വക്കേറ്റ് സത്യഭാമയുടെ മോളല്ലേ സർ. മമ്മി കേസുകളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് കുഞ്ഞായിരിക്കുമ്പോ മുതലേ ഞാൻ കേൾക്കുന്നതല്ലേ. നല്ല ഐഡിയ. ഞാനിപ്പോ തന്നെ മീഡിയയെ വിളിച്ചു വരുത്താം. നീ പേടിക്കണ്ട പാറു. കൈലാഷ് സാറും ഭൂമിക മാഡവും നിന്നെ പോലീസിന് വിട്ടുകൊടുക്കാൻ തയ്യാറാവൂന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിന്നെ രക്ഷിക്കാനുള്ള വഴി ആലോചിച്ചുകൊണ്ടിരിക്കുക രണ്ടുപേരും. അവരെന്തെങ്കിലും വഴി കണ്ടെത്തും. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട.